പ്രോൺസ് മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം വലിയ പ്രോൺസ് ആണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം മുഴുവനായിട്ട് മാറ്റിക്കളയണം. വേണ്ട ഇൻഗ്രീഡിയൻസ്: ചോപ്പ് ചെയ്ത 2 വലിയ സവോള, ചോപ്പ് ചെയ്ത 2 വലിയ തക്കാളി, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, ഗാർലിക് ചതച്ചത്, ജിഞ്ചർ ചതച്ചത്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സാൾട്ട് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് വളരെ കുറച്ച് വെള്ളം. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയിൽ മാത്രം നമുക്കിത് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവോള മാത്രം ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അതേപോലെ ഗാർലിക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജിഞ്ചർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്താണ് നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഗ്യാസ് ടെമ്പറേച്ചർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചട്ടി ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ചൂടായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ടെമ്പറേച്ചർ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതിൽ കണ്ടാലും നല്ല ഭംഗിയായിരിക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് താത്തി കൊടുക്കുക. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതൊരു ചുമന്ന കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് പൂർണ്ണമായിട്ട് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ചട്ടി അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ചൂടായി. അപ്പോൾ ഞാനൊരു തുണി കൂട്ടി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാനോ ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഗ്യാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ തക്കാളി ഈ ബാക്കി മസാലകളുടെ കൂടത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. ഈ സമയത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. എങ്ങനെയാണെങ്കിലും അത് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പ്രോൺസ് ഞാൻ ഈ മസാലയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. പ്രോൺസിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്. കാരണം പ്രോൺസ് വെന്ത് കഴിയുമ്പോൾ ഓൾറെഡി വെള്ളം റിലീസ് ആകും അതിനുള്ളിൽ നിന്ന്. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഈ മസാലയ്ക്കകത്ത് കിടന്നിട്ട് പ്രോൺസ് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും.
അപ്പം മീഡിയം ടെമ്പറേച്ചറിൽ വേണം ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ ഇതിന് മേലേക്ക് വിതറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ പ്രോൺസ് ഈ മസാലയ്ക്കകത്ത് കിടന്ന് തിളയ്ക്കുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ല്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ചാറൊക്കെ നല്ല കുരുകി കൃത്യമായ പാകത്തിലായിട്ടിരിപ്പുണ്ട്. ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ പ്രോൺസ് മസാല വളരെ സൂപ്പറായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയായി പ്രോൺസ് മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അടുത്തായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ല മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.